പ്ലീഡർ വിവാദത്തിൽ പരാതിയുമായി വി ഡി സതീശൻ വിഭാഗം. വി ആർ അനൂപിനും ജിൻഡോ ജോണിനുമെതിരെയാണ് പരാതി. ഇരുവരെയും കോൺഗ്രസ് വക്താവ് സ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന് രാജു പി നായർ KPCC പ്രസിഡന്റിന് പരാതി നൽകി. സാലി ചേരുകയാണ്. സാലി, മുഖ്യമന്ത്രി വി ഡി സതീശനെതിരെ തുറന്ന പോരിലേക്ക് KC വേണുഗോപാൽ പക്ഷം നീങ്ങുന്നു. അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ വി ഡി വിഭാഗവും ശ്രമിക്കുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഷമ്മി, തുറന്ന പോര് കടുക്കുകയാണ്. പരസ്പരമുള്ള വാക്പോരിലേക്ക് നീങ്ങുന്നു, പരാതികളിലേക്ക് നീങ്ങുന്നു. അങ്ങേയറ്റം സങ്കീർണമാണ് കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ. അത് പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ടാണ് തുടങ്ങിയത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മളിത് കാണുന്നതാണ്. മുഖ്യമന്ത്രി തന്നെ ലോയേഴ്സ് കോൺഗ്രസിനും KSUവിനെതിരെ പറയുന്നു. ലോയേഴ്സ് കോൺഗ്രസ് ഭാരവാഹികൾ വാർത്താക്കുറിപ്പ് ഇറക്കി മുഖ്യമന്ത്രിയെ വിമർശിക്കുന്നു. KSUവിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ അലോഷി തന്നെ മുഖ്യമന്ത്രിയെ വിമർശിച്ച് പരസ്യമായി പ്രതികരിക്കുന്നു. അങ്ങനെ കുറേ ദിവസങ്ങളായി അതിങ്ങനെ പോകുമ്പോഴാണ് ഇന്ന് വീണ്ടും സങ്കീർണമാകുന്നത് പ്രശ്നങ്ങൾ. ഇന്ന് രാവിലെ മാത്യു കുഴൽനാടൻ MLA മാധ്യമങ്ങളെ മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ട് കണ്ടപ്പോൾ ഇത് ചോദ്യം സ്വാഭാവികമായിട്ട് ഉയർന്നു. അദ്ദേഹം പറഞ്ഞത് കുറച്ചുകൂടി ഉത്തരവാദിത്വം കാണിക്കാൻ എല്ലാവരും തയ്യാറാകണം. ജനങ്ങൾ ഏൽപ്പിച്ച ഭരണമാണ്, അതിൽ ഉത്തരവാദിത്വം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പുലർത്തണം എന്നാണ് മാത്യു കുഴൽനാടൻ അതിനോട് പറഞ്ഞത്. ഇനി എരുതിയിൽ എണ്ണയൊഴിക്കാൻ ഞാനില്ല എന്ന് പറഞ്ഞ അദ്ദേഹം കൂടുതൽ പ്രതികരണത്തിലേക്ക് കടന്നതുമില്ല. പക്ഷേ ആ പ്രതികരണം തന്നെ മതിയാവുന്നതായിരുന്നു എന്നുള്ളതാണ് കാര്യം. ഒപ്പം തന്നെ KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ് ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ KSUവിനെ സപ്പോർട്ട് ചെയ്താണ് വന്നത്. കാരണം KSU സമരരംഗത്തൊക്കെ ഉള്ളതിൻ്റെ ഉൽപ്പന്നമാണ് ഈ സർക്കാർ എന്ന അർത്ഥത്തിലാണ് അവർ പറയുന്നത്. KSUവിൻ്റെ കാണാനോ KSUവിനെ കേൾക്കാതിരിക്കാനോ നല്ല കോൺഗ്രസ് നേതാക്കന്മാർക്കാർക്കും കഴിയില്ല എന്ന ഒളിയമ്പ് നമുക്കറിയാം കൃത്യമായി മുഖ്യമന്ത്രിക്കെതിരെയാണ്. കാരണം മുഖ്യമന്ത്രിയാണ് KSUവിൻ്റെ സംസ്ഥാന അധ്യക്ഷന് സന്ദർശനാനുമതി നിഷേധിച്ചത് വിവാദമായത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കോൺഗ്രസിൻ്റെ വക്താക്കളായ ചാനൽ ചർച്ചകളിലൊക്കെ പങ്കെടുക്കുന്ന ഡോക്ടർ ജിൻഡോ ജോണും VR അനൂപും കഴിഞ്ഞ 2 ദിവസങ്ങളായി ഈ വിഷയത്തിൽ ശക്തമായി പ്രതികരണമായി രംഗത്തെത്തിയിരുന്നു. ജിൻഡോ ജോണിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വളരെ കർക്കശമായൊരു ഫേസ്ബുക്ക് പോസ്റ്റായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. അദ്ദേഹം പറഞ്ഞത് മുഖ്യമന്ത്രിക്കെതിരെ പേര് പറയാതെയും പേര് പറഞ്ഞും വലിയ വിമർശനം അതിൽ നടത്തി. അതിൽ പറഞ്ഞത് പട്ടാഭിഷേകം കഴിഞ്ഞാൽ വാഗ്ദാനങ്ങൾ മറക്കുന്നത് രാജശീലമാണ് എന്നതാണ് ഒരു പ്രയോഗം. വന്ന വഴികളും കൈപിടിച്ച മനുഷ്യരും ചിലർക്ക് വെറും ചവിട്ടുപടികൾ മാത്രമാണ്. അങ്ങനെ വിശാലമായ ഒരു കുറിപ്പാണത്. അതിൽ അങ്ങേയറ്റം രൂക്ഷമായി മുഖ്യമന്ത്രി വി ഡി സതീശനെ ജിൻഡോ വിമർശിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ VR അനൂപ് മറ്റൊരു വക്താവും സമാന രീതിയിൽ വിമർശിച്ചു. ഫേസ്ബുക്കിൽ അദ്ദേഹം കുറിച്ചത് ഹിന്ദു ഐക്യവേദിയുടെ നേതാവ് ശശികലയ്ക്ക് മുഖ്യമന്ത്രിയെ കാണാം, തുറന്ന മനസ്സോടെ മുഖ്യമന്ത്രി സ്വീകരിക്കും. പക്ഷേ KSUവിൻ്റെ സംസ്ഥാന അധ്യക്ഷനോ KPCC ജനറൽ സെക്രട്ടറി PM നിയാസോ ചെന്നാൽ വാതിൽ കൊട്ടിയടയ്ക്കും. ആ സമീപനം ശരിയല്ല എന്ന് തുറന്നെഴുതുകയായിരുന്നു VR അനൂപ്. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഒടുവിൽ ഈ 2 ഫേസ്ബുക്ക് കുറിപ്പുകളാണ് ഒറ്റ ഒടുവിൽ സതീശൻ പക്ഷത്തെ അങ്ങേയറ്റം വിരളി പിടിപ്പിച്ചിരിക്കുന്നതെന്ന് പറയാം. സതീശൻ പക്ഷത്തെ ഏറ്റവും പ്രമുഖനായ ഒരു നേതാവ് രാജു പി നായർ, നമുക്കറിയാം ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന അദ്ദേഹം വക്താവാണ്. അദ്ദേഹം KPCC അധ്യക്ഷന് ഒരു പരാതി നൽകിയിരിക്കുന്നു. ഈ 2 പേർക്കുമെതിരെ VR അനൂപിനും ജിൻഡോ ജോണിനുമെതിരെ നടപടിയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒന്നാമത്തെ നടപടി, അവരിരുവരും വക്താക്കളാണ്, ചാനൽ ചർച്ചകളിൽ സ്പോക്സ് പേഴ്സണായി പങ്കെടുക്കുന്ന ആളുകളാണ്, അവരെ ഈ പദവികളിൽ നിന്ന് നീക്കണം എന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. ഇവർ ഈ ഫേസ്ബുക്ക് കുറിപ്പിൽ കുറിച്ചിരിക്കുന്ന വാചകങ്ങളെല്ലാം കോട്ട് ചെയ്തിട്ടുണ്ട് ഈ പരാതിയിലെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ കോട്ട് ചെയ്തൊരു പരാതി ഇന്ന കാരണങ്ങളാൽ ഇവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. കാരണം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കോൺഗ്രസ് നേതാവായ മുഖ്യമന്ത്രിയെ അതിനിശിതമായി വിമർശിക്കുകയാണ്, കളിയാക്കുകയാണ് ഇവർ ചെയ്യുന്നത്. അത് ഒരു കാരണവശാലും അനുവദിക്കാനാവില്ല. അവരെ ഈ സ്പോക്സ് പേഴ്സൺ പദവികളിൽ നിന്ന് നീക്കണം എന്നാണ് ഈ പരാതിയിൽ രാജു പി നായർ KPCC അധ്യക്ഷന് കൊടുത്ത പരാതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏതായാലും പരാതി ലഭിച്ചിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വരും ദിവസങ്ങളിൽ അതിൻ്റെ തുടർ പ്രതികരണങ്ങളും ഉണ്ടാകും എന്ന് തന്നെ കരുതുന്നു. അപ്പോൾ ചുരുക്കത്തിൽ ഇതിൻ്റെ ഒരു ആകത്തുക എന്ന് പറയുന്നത് ഈ വിഷയത്തിൽ പ്ലീഡർ മുഖ്യമന്ത്രി നിശ്ചയിച്ച കാലം മുതൽ വി ഡി സതീശൻ വിഭാഗവും KC വേണുഗോപാൽ വിഭാഗവും രണ്ടറ്റത്തായി വലിയ തർക്കത്തിലും പ്രശ്നങ്ങളിലും ഒക്കെ ആയിരുന്നു. അതിന് ആഭ്യന്തരമായി ഒരു തിരയിളക്കമായി അങ്ങനെ നിൽക്കുന്ന ഘട്ടത്തിലാണ് ഈ പ്ലീഡർ നിയമനം ഉണ്ടാകുന്നത്. നമുക്കറിയാം ശരത് എന്ന് പറയുന്ന ഒരു RSS നേതാവിനെ കേരളത്തിലെ UDF സർക്കാരിൻ്റെ ഗവൺമെൻറ് പ്ലീഡറായി കേരള ഹൈക്കോടതി നിയമിക്കുന്നൊരു സാഹചര്യമുണ്ടായി. അതിനെയാണ് KSU വിമർശിച്ചത്, അതിനെയാണ് KPCC ജനറൽ സെക്രട്ടറി വിമർശിച്ചത്, അതിനെയാണ് ഈ ആളുകളെല്ലാം വിമർശിക്കുന്നത്. ആ വിഷയത്തിൽ ഒരു കാര്യം ഉറപ്പാണ്, മുഖ്യമന്ത്രി വി ഡി സതീശൻ തീർത്തും ഒറ്റപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഏറ്റവും അടുത്ത ആളുകൾ ഒഴികെ ബാക്കി എല്ലാവരും സതീശനെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട് ഈ വിഷയത്തിൽ.
ചിലർ പരസ്യമായി തന്നെ പ്രതികരിച്ചിരിക്കുന്നു, ചിലർ സമൂഹ മാധ്യമങ്ങളിലൂടെ കുറിപ്പിട്ടിരിക്കുന്നു, ചിലർ അതിനിശ്ചിതമായ വിമർശനം വ്യക്തിപരമായും ആളുകളോട് പറയുന്നു. അങ്ങനെ ഒരു പടയൊരുക്കം വി.ഡി. സതീശനെതിരെ ഈ വിഷയത്തിൽ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഉയർന്നു വരുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ സംഭവമാണ് ഇപ്പോൾ സതീശൻ വിഭാഗം നൽകിയിരിക്കുന്ന പരാതി. അതായത് അതിനെ പ്രതിരോധിക്കാൻ അവരിറങ്ങുന്നു, സതീശൻ വിഭാഗം ഇറങ്ങുന്നു എന്നതിൻ്റെ തെളിവായി നമുക്കിപ്പോൾ രാജു പി നായരുടെ പരാതിയെ കാണാം. ഇനി അതിൽ KPCC അധ്യക്ഷൻ എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളതാണ് അറിയേണ്ടത്. ഷമ്മി, സാലിപ്പോ പത്മവ്യൂഹത്തിൽ അകപ്പെട്ട അഭിമന്യുവിൻ്റെ അവസ്ഥയിലേക്ക് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എത്തിയിരിക്കുന്നു. നാല് സൈഡിൽ നിന്നും അദ്ദേഹത്തിന് നേരെ സ്വന്തം പാർട്ടിക്കാർ തന്നെ അതിശക്തമായ വിമർശനങ്ങൾ ഉയർത്തിവിടുന്ന ഒരു സാഹചര്യം. ആദ്യം പ്രതിപക്ഷമാണ് ഈ വിമർശനം ഉന്നയിച്ചതെങ്കിൽ ഇപ്പോൾ സ്വന്തം പാർട്ടിക്കാർ തന്നെ ഇതിൻ്റെ അകത്തെ സംഘപരിവാർ ബന്ധത്തെ സംബന്ധിച്ച് ചൂണ്ടിക്കാട്ടുകയാണ്. പക്ഷേ അതൊന്നും തന്നെ അശേഷം ബാധിക്കില്ല എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന വി.ഡി. സതീശനെയാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. ഒരുപക്ഷെ KC വേണുഗോപാൽ വിഭാഗത്തിന് ഈ രീതിയിലൊരു വിമർശനങ്ങൾ മാത്രം ഉന്നയിക്കാൻ കഴിയുന്ന സാഹചര്യമാണെങ്കിൽ തീരുമാനങ്ങൾ എടുക്കേണ്ടത് വി.ഡി. സതീശനാണല്ലോ. അദ്ദേഹത്തിന് തോന്നുന്ന രീതിയിൽ തീരുമാനങ്ങൾ എടുത്തു പോകുന്നു. ആര് എന്ത് വിമർശിച്ചാലും അത് തന്നെ ബാധിക്കില്ല എന്ന നിലപാടാണോ വി.ഡി. സതീശൻ പക്ഷം സ്വീകരിക്കുന്നത്? അത് അദ്ദേഹം വരുത്തിവെച്ച വിന തന്നെയാണ് ഈ പ്രതിസന്ധി എന്ന് തന്നെ പറയാം. കാരണം അദ്ദേഹം എടുത്ത സമീപനം തുടക്കം മുതൽ പൊതുവിൽ കോൺഗ്രസിൻ്റെ താല്പര്യങ്ങൾക്കനുസൃതമായിരുന്നില്ല. ഒരു പക്ഷേ നമുക്ക് വേണമെങ്കിൽ വിമർശിക്കാവുന്നത് കേരളത്തിൽ സംഘപരിവാറിൻ്റെ താല്പര്യത്തിനനുസരിച്ചും അദാനി തുടങ്ങിയ കോർപ്പറേറ്റുകളുടെ താല്പര്യത്തിനനുസരിച്ചും അദ്ദേഹം ഒരു നിലപാടെടുത്തു എന്ന വിമർശനം പൊതുവിൽ ഉയർന്നു വന്നതാണ്. അത് പ്രതിപക്ഷം വിമർശിച്ചപ്പോൾ നമ്മളൊക്കെ വിചാരിച്ചു പ്രതിപക്ഷത്തിൻ്റെ വിമർശനമാണ് എന്നുള്ളതാണ് നമ്മൾ കരുതിയത്. പക്ഷേ കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ സമാന വിമർശനം ഉയർന്നു വരുമ്പോൾ അതിന് ഗൗരവമുണ്ട്. പക്ഷേ ആ വിമർശനത്തെ ചെവിക്കൊള്ളാൻ അദ്ദേഹം തയ്യാറായില്ല എന്നുള്ളതാണ് പ്രശ്നം. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഇതേ ശരത്ത് എന്ന പ്ലീഡറുടെ നിയമനവുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അദ്ദേഹം എടുത്ത സമീപനം നമ്മൾ കണ്ടതാണ്. ഒരു കത്തുയർത്തിക്കാട്ടിയിട്ട് ലോയേഴ്സ് കോൺഗ്രസ്, അത് കോൺഗ്രസിൻ്റെ അഭിഭാഷക സംഘടനയാണ്, ലോയേഴ്സ് കോൺഗ്രസ് നൽകിയ പട്ടികയിൽ നിന്നാണ് താൻ ഈ ആളുകളെല്ലാം നിയമിച്ചത്, പിന്നെ എന്തിനാണ് ഇവർ വിമർശിക്കുന്നതെന്ന സമീപനമാണ് സ്വീകരിച്ചത്. നേരെ മറിച്ച് എന്തുകൊണ്ട് അങ്ങനെ ഒരു നിയമനം എന്ന് കാര്യകാരണ സഹിതം അദ്ദേഹത്തിന് വിശദീകരിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ആയിരുന്നു അദ്ദേഹം ചെയ്യേണ്ടത്. പക്ഷേ അദ്ദേഹം അതിന് മറുപടി പറയുകയല്ല ചെയ്തത്, വിമർശിക്കുന്നവരെ കളിയാക്കുകയാണ് ഒരു അർത്ഥത്തിൽ ചെയ്തത്. അതിന് ഏറ്റവും രണ്ടാം ഘട്ടമെന്ന് വന്നാൽ KSUവിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ഈ വിഷയത്തിൽ ആ വാർത്താ സമ്മേളനത്തിൽ തന്നെ KSU പിള്ളേർ തീരുമാനിക്കേണ്ട കാര്യമല്ല എന്ന അദ്ദേഹത്തിൻ്റെ ഭാഷയും ശൈലിയും KSUവിനെ ചൊടിപ്പിച്ചു. സ്വാഭാവികമാണത്. അലോഷി ഇക്കാര്യത്തിൽ വിമർശനവുമായി രംഗത്തെത്തി. മാത്രമല്ല അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയെ കാണണമെന്നൊരാവശ്യം ഉന്നയിച്ചു. അദ്ദേഹത്തിന് സന്ദർശനാനുമതി നിഷേധിച്ചു. സമാന രീതിയിൽ KPCC ജനറൽ സെക്രട്ടറി PM നിയാസിനും സന്ദർശനാനുമതി നിഷേധിച്ചു. എന്നാൽ മറുവശത്ത് ഹിന്ദു ഐക്യവേദിയുടെ നേതാക്കളായ RV ബാബുവിനും ശശികലയ്ക്കും സന്ദർശനാനുമതി നൽകുന്നു. അവരോടൊപ്പം കെട്ടിപ്പിടിച്ച് നിന്ന് ചിരിച്ചുകൊണ്ട് ഫോട്ടോ എടുക്കുന്ന ചിത്രങ്ങളും ദൃശ്യങ്ങളും മാധ്യമങ്ങളിൽ വരുന്നു. ഇതാണ് ഒരു വിഭാഗം കോൺഗ്രസ്സുകാരെ അങ്ങേയറ്റം പ്രകോപിപ്പിക്കുന്നത് എന്നുള്ളത് വസ്തുതയാണ്. അപ്പം ഈ വി.ഡി. സതീശൻ എന്ന മുഖ്യമന്ത്രി ഇത് വരുത്തിവെച്ച വിനയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അദ്ദേഹം ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി ഹൈക്കമാൻഡിൻ്റെയൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള സപ്പോർട്ടിന് അദ്ദേഹത്തിന് കിട്ടാനുള്ള സാധ്യത ഈ വിഷയത്തിൽ കുറവാണ്. കാരണം BJPയെ സംഘപരിവാറിനെയും പ്രത്യക്ഷമായും പരോക്ഷമായും പിന്തുണയ്ക്കുകയും അവരുടെ താല്പര്യങ്ങൾ കേരളത്തിൽ നടപ്പിലാക്കുകയും ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രി എന്ന പേരുദോഷം അദ്ദേഹത്തിന് ദില്ലിയിൽ ഇപ്പോൾ തന്നെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് KC വേണുഗോപാൽ അത് ഉപയോഗിക്കുകയും ചെയ്യും. അതിൻ്റെയൊക്കെ പ്രതിഫലനവും ഒക്കെ ആയിട്ടാണ് ഈ പ്രതികരണങ്ങൾ തലങ്ങും വിലങ്ങും വരുന്നത്. അതിൻ്റെ ഒരു എൻഡ് എന്ന നിലയ്ക്കാണ് ഇപ്പോൾ പരാതിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇനി അടുത്ത ഘട്ടം ഇത് തെരുവിലേക്ക് എത്തുമോ എന്ന് മാത്രമാണ് നമുക്ക് അറിയേണ്ടത്. വരും ദിവസങ്ങളിൽ ഇത് അതിസങ്കീർണമായ പ്രശ്നമായി കോൺഗ്രസ് നേരിടേണ്ടി വരുന്നൊരു വിഷയമാണ്. KPCCയും KPCC അധ്യക്ഷനും AICC ഹൈക്കമാൻഡും ഇതിലൊക്കെ എന്ത് നിലപാടെടുക്കുമോ അതോ ഇപ്പം സ്വീകരിച്ചിരിക്കുന്ന ഒരു തരത്തിലുള്ള പ്രതികരണത്തിനും ഇല്ല അനങ്ങാപ്പാറ നയം നേതാക്കൾ എടുക്കുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഏതായാലും വരാൻ പോകുന്ന ദിവസങ്ങൾ സതീശനെ സംബന്ധിച്ചിടത്തോളം അത്ര മനസമാധാനം നിറഞ്ഞതായിരിക്കില്ല, തൃപ്തികരമായിരിക്കില്ല. കാരണം കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ വലിയ കലാപം അദ്ദേഹത്തിന് നേരെ ഉയരുന്നു എന്നുള്ളതാണ് ഈ സാഹചര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. സാലി മുഹമ്മദാണ് വിശദാംശങ്ങൾ നൽകിയത്.